വരാം. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങൾ കാണും. ഈ കാര്യത്തിൽ 15 വയസ്സ് പ്രായമുള്ള അനന്തു എന്ന് പറഞ്ഞ മോന്റെ ദാരുണമായ അന്ത്യം, അതിൽ വേദനിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ നാട്. ഈ സമയത്തൊക്കെ ഒരു മന്ത്രി പറയേണ്ട പ്രസ്താവനയാണോ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇത് കേരളം ചിന്തിക്കട്ടെ. ഇങ്ങനെ ഒരു മോൻ മരിച്ചിട്ട് ആ പ്രതികളെ പിടിക്കാനും ശക്തമായ നടപടികൾ ഉണ്ടാവാനും അതിനുവേണ്ടി കൃത്യമായി ഇന്നലെ മുതൽ പ്രതിഷേധമായാലും പ്രക്ഷോഭമായാലും നിൽക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് മന്ത്രി പറയുന്നത് ഇത് എന്താ അവസരം മുതലാക്കിയതാണോ അതല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ മന്ത്രി ചോദിക്കുക. പ്രതി പോലും കുറ്റം സമ്മതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടുന്ന വരും ശരിയാണോ എന്ന് എനിക്ക്. പ്രതി പോലും കുറ്റം സമ്മതിച്ച ഒരവസ്ഥയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ഈ രൂപത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. ആ മകൻ മരിച്ചതിനെക്കുറിച്ച്, അതിന്റെ പ്രതികളെ പിടിക്കുന്നതിനെക്കുറിച്ച്, അതിൽ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇതുപോലൊരു പ്രസ്താവന നടത്തിയത് ഏറ്റവും ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഒരു നിലമ്പൂരുകാരൻ എന്ന നിലയിൽ ഞാൻ എന്നെ അടക്കം ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇതിൽ കൃത്യമായി ഇതിന്റെ നടപടികൾ ഉണ്ടാവണം. അത് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. അതിനുവേണ്ടി സമരം നടത്തിയത് ഞങ്ങളാണ്. പ്രതികളെ പിടിക്കാനുള്ള കാരണം തന്നെ വാസ്തവത്തിൽ ഞങ്ങളൊരു സമരം ഇന്നലെ നടത്തിയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇത് വീണ്ടും തട്ടി നീക്കി കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ശ്രമം. മാത്രമല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് ഒരു കാര്യം. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ട് ഇതുപോലത്തെ പ്രസ്താവന നടത്തുന്ന മന്ത്രി എത്ര നിരുത്തരവാദിത്തപരമാണ് പറയുന്നത്. അതിന് മന്ത്രി മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് എൻ്റെ ഒരു ആവശ്യം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ ആവശ്യമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് പകരം നിലമ്പൂരുകാരനെന്ന നിലയിൽ ഞാൻ പറയുന്നു, നിലമ്പൂരിന്റെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവും. 3 മാസം മുൻപാണ് തൊട്ടടുത്ത് കാരക്കോട് പുത്തിരിപ്പാടത്ത് ഒരു ഇതേപോലൊരു മരണമുണ്ടായി. കുഞ്ഞുട്ടൻ 3 മാസം മുൻപ് എത്ര ജീവനുകൾ ഞങ്ങളെ പൊലിഞ്ഞു പോയത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അനാസ്ഥ സംഭവിക്കുന്നു? 1ഉം 2ഉം പേരല്ല, എത്രയോ പേർ. ഞങ്ങൾക്കറിയാം, എന്റെ നാട്ടിൽ നിലമ്പൂര് ഞങ്ങളൊരു വാർഡ് പ്രസിഡന്റ് മരിച്ചത് ഇങ്ങനെയാണ്. എത്ര പേരാ നിലമ്പൂര്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു ഗവൺമെന്റ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. അല്ലാതെ ഇത്തരം പൊതുവായ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാവുകയാണ് ആവശ്യം ഞങ്ങൾക്ക്. എവിടെ നിലമ്പൂരുകാർ വേദനിക്കുന്നൊരവസ്ഥാവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ബോധപൂർവം ചില പ്രസ്താവനകളുമായിട്ട് വരേണ്ടവരല്ല ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഞാൻ ചോദിക്കട്ടെ. ഇന്നലെ UDF സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ പിടിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ UDF സമരം നടത്തി. ആ സമരം അവിടെ നിന്ന് സമരം നിർത്തി വെക്കാനുള്ളൊരു കാരണം തന്നെ പ്രതികളെ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ ഈ സമരം നിർത്തൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ സമരം നിർത്തിയത്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത്. എന്നിട്ട് ആ സമരം നടത്തിയ ആളുകളെ ഇവർ ചെയ്തതെന്താ? ഒരു വാനിൽ കയറ്റി
ആ വാനിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ, UDFന്റെ പ്രവർത്തകരെ അതിക്രൂരമായി വാനിലിട്ട് മർദ്ദിച്ചു. മണിക്കൂറുകളോളം വല്ല വാഗൻ ട്രാജഡി പോലെ സംഭവിക്കുമായിരുന്നൊരവസ്ഥയിലേക്ക് പോയി. ആ വാനിലിട്ട് മർദ്ദിക്കുക. ഷംസീർ പാത്തിപ്പാറ എന്ന് പറയുന്ന ഞങ്ങളുടെ UDFന്റെ പ്രവർത്തകനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കുടഞ്ഞു വീണു. ഈ പോലീസിനെ മർദ്ദനമേറ്റ് നെഞ്ചിനാണ് ഇടിച്ചത്. നെഞ്ചിന് ചവിട്ടിയിട്ട് ആ ഷംസീർ നിലത്ത് വീണു. ആ ഷംസീർ ആശുപത്രിയിലുണ്ട്, നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ. എന്നിട്ടാണോ പറയുന്നത് അത് ഞങ്ങൾ ആ സമരം കൂടി ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ പ്രതികളെ ഇവർ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നില്ല. ഇവിടുത്തെ സ്ഥിതി അതാണ്. ഇതൊക്കെ ഇവരുടെ സഹായം കൊണ്ട് ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിലൊക്കെ നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിനതീതമായി വലിയ പ്രതിഷേധമുണ്ട്. ഈ അറസ്റ്റിലായ ആളുടെ കോൺട്രാക്ടുകൾ നോക്കണം, സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ടോ നോക്കണം, അങ്ങനെ UDFലേക്ക് ഇത് അന്വേഷണം വഴിതിരിച്ചുവിടുന്ന ശ്രമമാണ്. മറുപടി പോലും അർഹിക്കാത്ത പ്രസ്താവന. ഇതുപോലെ ദാരുണമായ ഒരു അന്ത്യം നമ്മുടെ ഒരു മോനുണ്ടായിട്ട്, നിലമ്പൂരുകാരുടെ മകനുണ്ടായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണോ വേണ്ടത്? അവ അന്വേഷിച്ചാൽ പോരെ അവർക്ക്? അതിന് ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അന്വേഷിച്ചാൽ പോരെ? അന്വേഷിക്കാനുള്ള എല്ലാ സാധനം അവരുടെ കയ്യിലല്ലേ ഉള്ളത്? ഞാൻ അതല്ല, ഈ സംഭവത്തിന് അറുതി വരുത്തണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, ഇന്നലെ UDFന്റെ പ്രവർത്തകർ, UDYFന്റെ പ്രവർത്തകർ അവരെ സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ ഇന്ന് പിടിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭം കൊണ്ട് മാത്രം. ഇവരൊക്കെ സഹായിക്കുന്ന ആളുകളാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ കഴിഞ്ഞ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഒരു 5-8 വർഷക്കാലമായിട്ട് നിരന്തരം ഇത്തരം കാര്യങ്ങൾ നടക്കുക. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറത്താണ് ഞാൻ പറയുന്നത്. 100 മീറ്റർ അപ്പുറത്ത് 3 മാസം മുൻപ് കുഞ്ഞുട്ടം മരിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഞാനതിന്റെ ഒരു എന്താ പറയാ, ഇതിനൊന്നും വിവാദങ്ങൾ കൊണ്ട് തണുപ്പിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഭരണകൂടത്തോടും പറയുന്നത്, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി വിവാദങ്ങളിലൂടെ നിലമ്പൂർക്കാരെ കണ്ണടക്കാൻ കഴിയുമെന്ന്, ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. ഇതിന്റെ പ്രതികളെ കൃത്യമായ ശിക്ഷാ നടപടികൾ, അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ, ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഏതൊരൊറ്റം വരെയും UDF പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇതൊരു അനിമൽ മാൻ കോൺഫ്ലിക്ട് എന്ന രീതിയിലായിരുന്നു ആദ്യം പരാമർശം നടത്തിയിരുന്നത്. അതായത് മാത്രമല്ല ഇതിനെ കുടുംബത്തിന് കൊടുക്കേണ്ട ധനസഹായം എത്രയും പെട്ടെന്ന് ആ ധനസഹായം സർക്കാർ എത്തിച്ചു കൊടുക്കണം. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് ഇത്തരം ധനസഹായങ്ങളൊക്കെ വളരെ വേഗത്തിൽ എത്തിച്ചു കൊടുത്ത ഒരു കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത്. ഓക്കെ, താങ്ക് യു. ആര്യാടൻ ഷൌക്കത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വനം മന്ത്രിയുടെ പ്രസ്താവന ദൌർഭാഗ്യകരം, മന്ത്രി മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണം, ബോധപൂർവമായ പ്രസ്താവന എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് ഉന്നയിച്ചത്. നമുക്ക് നേരത്തെ അല്പസമയം മുൻപ് വനം മന്ത്രി നടത്തിയ പ്രസ്താവന കേൾക്കാം.